ഒരു ഉദാഹരണം പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ റസൂലുള്ള നടന്നു പോകുന്ന സഹാബത്തും റളിയല്ലാഹു അൻഹും വലിയ ദുർഗന്ധം വമിക്കുന്നു. എന്താണെന്ന് ചോദിച്ചപ്പോൾ അള്ളാന്റെ റസൂല് പറഞ്ഞു, ആരോ പരദൂഷണം പറഞ്ഞിട്ടുണ്ട്. പരദൂഷണം പറഞ്ഞ പച്ചമാംസം തിന്നുന്നതിൻ്റെ ഭാഗമല്ലേ? പച്ചമാംസം തിന്നുന്നതിൻ്റെ ദുർഗന്ധം ഇങ്ങനെ അടിച്ചു വീശുന്നു. ആരോ ഒരാൾ ഗീബത്ത് പറഞ്ഞപ്പോൾ അതിൻ്റെ ദുർഗന്ധം അവിടുത്തെ ആളുകളുടെ മൂക്കിലേക്ക് അടിച്ചു കയറി. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ആൾ പറഞ്ഞെന്താണെന്നറിയോ? ആ ഗ്രന്ഥത്തിന്റെ അടിഭാഗത്ത് കൊടുത്തിരിക്കുന്നത് ഈ കാലഘട്ടത്തിൽ ഗീബത്ത് പറയാൻ ആരും ഇല്ലാത്തത് കൊണ്ടല്ല, അതിന്റെ ദുർഗന്ധം എല്ലാവരുടെയും മൂക്കിൽ അടിച്ചിട്ട് ഇപ്പൊ അതല്ലാത്ത മണം തിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ടാണ്. തിരിച്ചറിയാൻ പറ്റുന്നില്ല. നമ്മുടെ കണ്ണുകൾക്ക് പരിമിതിയുണ്ട്, കാഴ്ചകൾക്ക്. എത്ര സംഭവങ്ങൾ അതിനെ ഉദ്ധരിച്ചുകൊണ്ട് നമുക്ക് പറയാൻ കഴിയും. സമയം വളരെ തുച്ഛമാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ തർക്കം ഒഴിവാക്കുക. റമളാൻ മാസം കടന്നു വരാൻ, ശഅബാൻ മാസം കടന്നു വരാൻ. ബറാഅത്തുണ്ടോ ഇല്ലേ ചർച്ച. റജബ് 27-നാണോ മേറാജ് അല്ലയോ ചർച്ച. മേറാജ് നോമ്പുണ്ടോ ഇല്ലയോ ചർച്ച. ബറാഅത്ത് നോമ്പുണ്ടോ ഇല്ലയോ ചർച്ച. എന്തിനാണ് ഈ ചർച്ചകളൊക്കെ ഒഴിവാക്കിയിട്ട്, ഈ തർക്കങ്ങൾ ഒഴിവാക്കിയിട്ട്, പരസ്പരം തർക്കിക്കാതെ അമലുകൾ ചെയ്യാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മുന്നോട്ട് വരണം. എവിടെ അമല് ചെയ്യാൻ അവസരം കിട്ടുമോ അപ്പോഴൊക്കെ അമല് ചെയ്യണം. സഹാബാക്കള് സലാം പറയുന്നതിന്റെ മഹത്വം അള്ളാന്റെ ഹബീബ് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചപ്പോ കണ്ടാൽ സലാം പറയണമെന്നാണ്. കണ്ടാൽ സലാം പറയണമെന്ന ആ തത്വം പഠിപ്പിച്ചപ്പോ എന്താ ചെയ്തെന്നറിയോ? നമ്മുടെയൊക്കെ മക്കള് വീട്ടില് ഒളിച്ചു കളിക്കൂലേ, അതുപോലെ ആയിരുന്നു സഹാബാക്കൾ എന്നാണ്. ഞാനിപ്പോ നിങ്ങളെ കണ്ടു, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അസ്സലാമു അലൈക്കും എന്ന് പറയണ്ട, ഒരിക്കൽ പറഞ്ഞാൽ മതി. പക്ഷെ ഞാൻ അപ്പുറത്തോ പോയിട്ട് തിരിച്ച് വീണ്ടും വന്നു, നിങ്ങളെ കണ്ടു, അസ്സലാമു അലൈക്കും വീണ്ടും പറയണം. മറഞ്ഞാൽ പിന്നെ വെളിവാകുമ്പോ സലാം പറയണമെന്നാണ്. അതിന് സഹാബത്ത് എന്താ ഐഡിയ? അവരുടെ ഹിക്മത്ത് എന്താണ്? സലാം പറയും, മരത്തിന്റെ പിന്നിൽ ഒളിക്കും, തിരിച്ചു വന്നിട്ട് സലാം പറയും. അവർ മതിലിന്റെ പിന്നിൽ ഒളിക്കും, തിരിച്ചു വന്നിട്ട് സലാം പറയും. എന്തിന്? കളിയാക്കിയതല്ല. ഒരു സലാം പറയുന്നതിലൂടെ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ പേമാരി പെയ്തിറങ്ങുമ്പോൾ സ്വർഗത്തിൽ ഉന്നതമായ പദവി ലഭിക്കാനുള്ള അത്യാഗ്രഹമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. നമ്മളാണെങ്കിലോ കണ്ട മിണ്ടുവോ? സലാം പറയോ?